ഹലോ, ഞങ്ങളുടെ കർണികാരം 4 ദിവസത്തേക്ക് അടച്ചിടാൻ പോവാണ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു ചെന്നൈ. ഡ്രൈവ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ബാംഗ്ലൂർ പോയി അവിടുന്ന് ശ്രീകുട്ടനെയും പിക്ക് ചെയ്താണ് ചെന്നൈക്ക് പോകുന്നത്. സോ ഇറ്റ്സ് എ ക്വൈറ്റ് ലോങ് ജേണി. ബാംഗ്ലൂർ വരെ ഞാനും നിവേദയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ശ്രീകുട്ടനും ജോയിൻ ചെയ്യും. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് എൻ്റെ തന്നെ പ്ലാനാണ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഞങ്ങൾ ബേസിക്കലി ലോട്ടറി ഒന്നും വാങ്ങിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ ലോട്ടറി വാങ്ങിച്ചു. അത് ചെന്നൈയിലുള്ള ഒരു സ്പെഷ്യൽ പേഴ്സണ് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. മട്ടന്നൂർ എയർപോർട്ട് വഴി ഇരിട്ടി കൂട്ടുപുഴ വഴിയാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്. ഇരിട്ടി പുഴയുടെ ബ്രിഡ്ജ് കഴിയുന്നത് വരെ റോഡ് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞുള്ള ഭാഗം വളരെ പാത്തറ്റിക് ആയിരുന്നു റോഡ്. തൊട്ടടുത്ത് തന്നെ കർണാടക ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാലും റോഡിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അവിടെ റോഡ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പ്രത്യേകിച്ച് ചുരം കയറുന്ന വഴിയൊക്കെ റോഡ് വളരെ മോശമാണ്. പിന്നെ കുറേ ഭാഗത്ത് കുറേ മെറ്റൽസൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മേ ബി പെട്ടെന്ന് തന്നെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടത്താനായിരിക്കും. ഇപ്പം എന്തായാലും റോഡ് വളരെ മോശമാണ്. പിന്നെ ഈ ഭാഗമൊക്കെ ഡ്രൈവ് ചെയ്തത് നിവേദയാണ്. നിവേദ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചുരം കയറുമ്പോഴുള്ള സ്ഥിരം കാഴ്ചക്കാരായ കുരങ്ങന്മാർ റോഡിൻ്റെ കൈവരിയിലും ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലാസ് മുഴുവനായിട്ട് തുറക്കാനും ഞങ്ങൾക്ക് പേടിയായിരുന്നു. റോഡിൻ്റെ ഹോൾ സ്ട്രെച്ചും അത്ര മോശമൊന്നും ആയിരുന്നില്ല. ഒരു കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ 100 മീറ്റർ ടാർ ചെയ്ത റോഡ്, 900 മീറ്റർ പൊളിഞ്ഞ റോഡ്, ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ചുരം കയറി പോകുമ്പോഴുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു ചുറ്റും കാണാൻ വേണ്ടി. ഹായ് അച്ഛാ, കരുണാനിധിനെ പോലെ കണ്ണടി കഴിച്ചിട്ട്. കുറച്ച് ദൂരം ഞങ്ങൾ നാഗർഹോൾ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് ഡ്രൈവ് ചെയ്തത്. അതിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സൈൻ ബോർഡ്സ് ഉണ്ടായിരുന്നു. വന്യജീവികൾക്ക് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണിതെന്നും ഹോൺ അടിക്കാൻ പാടില്ല എന്നും സ്പീഡ് കുറയ്ക്കണമെന്നും അങ്ങനെ പറഞ്ഞ് ഒരുപാട് സൈൻ ബോർഡുകൾ. പോകുന്ന വഴി ഞങ്ങൾ വേറെ കാട്ടുമൃഗങ്ങളെയൊന്നും റോഡ് സൈഡിലൊന്നും കണ്ടില്ല. പിന്നെ കുറേ ആടുകളെയും പശുക്കളെയും റോഡിൻ്റെ ഇരുവശത്തായിട്ട് കണ്ടായിരുന്നു. വേറൊന്നും കൃത്യമായി ചെയ്യാറില്ലെങ്കിലും കൃത്യമായി സമയത്ത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മെലാറ്റോണിൻ വളരെ പക്കയായിരുന്നു. കൃത്യം 1 മണി ആയപ്പോൾ തൊട്ട് തന്നെ അത് എന്നെ വിശപ്പിൻ്റെ വിളി അറിയിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്ത ഫുഡ് കഴിക്കാൻ പറ്റിയൊരിടം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഏകദേശം നമുക്ക് കഴിക്കാൻ പറ്റിയൊരിടത്ത് വണ്ടി സൈഡാക്കാൻ പറ്റിയത്. എന്നിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു. പുട്ട് മിക്സ് ആയിരുന്നു ഞങ്ങളുടെ മെനു. അതായത് എഗ് ബുർജിയിൽ പുട്ട് മിക്സ് ചെയ്ത് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡായിരുന്നു. ലോങ് ജേണിയാണല്ലോ, വയറിന് കേടൊന്നും വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഫുഡ് എടുത്തത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും നിവേദയും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരാൾ കാര്യമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധയപ്പെട്ടത്. ഞങ്ങൾ വണ്ടി സൈഡാക്കിയതിൻ്റെ തൊട്ടടുത്ത് ഒരു കൃഷിയിടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥനാണ് ഈ വന്ന അച്ഛനോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് തമിഴ് അറിയാലോ, ഞാൻ പോയി 2 വാക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. ಮುತ್ತರಿ ಅಂದರೆ ಇದು ರಾಗಿ ಅಂತೀವಿ ನಾವು. ഒരു നിമിഷം കഴിഞ്ഞാണ് എനിക്ക് അമളി മനസ്സിലായത്. ഇത് തമിഴ്നാടല്ല, കർണാടകയാണ്. അതുപോലെ ഇത് തമിഴല്ല, കന്നഡയാണ്. പക്ഷേ എൻ്റെ അച്ഛന് ഇതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിലായിരുന്നു അച്ഛനും അദ്ദേഹവും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെന്തൊക്കെയോ കൂലങ്കഷമായി സംസാരിക്കുന്നതൊക്കെ കേട്ടു. ഞാനിങ്ങനെ അമ്പരന്നിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് എൻ്റെ ടേണാണ് ഡ്രൈവിംഗ്. അപ്പൊ പോവാല്ലേ? ഓക്കേ. ഈ പറഞ്ഞതുപോലെയൊന്നുമല്ല, എന്നാലും ഞാനിച്ചിരി റാഷ് ഡ്രൈവറാണെന്നാണ് എൻ്റെ അമ്മയുടെ അഭിപ്രായം. അത് പറഞ്ഞപ്പോഴാണ് പണ്ട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ സ്കൂട്ടർ മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിച്ചത്. അവിടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, പറക്കും ലത.
അതായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരും. എൻ്റെ ഫ്രണ്ട് ആദിത്യൻ എപ്പോഴും കളിയാക്കുമായിരുന്നു. എൻ്റെ ആക്സസിൻ്റെ സ്പീഡോമീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 40 എന്നാണ്, 0 എന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ കാലം, ചോരത്തിളപ്പിൻ്റെ പ്രായം. ഇപ്പം ഞാൻ മാന്യമായ ഡ്രൈവിംഗ് ആണെന്നാണ് എൻ്റെ ഒരു അനുമാനം. അഭിപ്രായം പറയേണ്ടത് എൻ്റെ കൂടെ ഇരിക്കുന്നവരാണ്. അധികം വൈകാതെ ഞങ്ങൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. ഒന്നും പറയാനില്ല, അടിപൊളി റോഡായിരുന്നു. എന്ത് സുഖമായിരുന്നു ഡ്രൈവ് ചെയ്യാൻ. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ നല്ല റോഡുകളിൽ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പി ഫോർ മീ. ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് ഓടിച്ചത്. അച്ഛനും നിവേദയും ഉച്ചയായതുകൊണ്ട് ഉറക്കമായിരുന്നു വണ്ടിയിലിരുന്ന്. നല്ല രസമായിരുന്നു പാട്ടൊക്കെ കേട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ സ്പീഡ് ലിമിറ്റ് 100 എന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കുറേ നേരം കഴിഞ്ഞാണ് അവിടെ സൈൻ ബോർഡ് കണ്ടത്. പിന്നീട് 100 മുകളിൽ ഞാൻ പോയിട്ടില്ല. റോഡിൽ തീരെ തിരക്കില്ലാത്തത് കൊണ്ടും വളരെ നല്ല റോഡായതുകൊണ്ടും എസ്റ്റിമേറ്റ് ചെയ്ത ടൈമിനേക്കാളും നേരത്തെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിലെ തിരക്ക് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എക്സ്പ്രസ് ഹൈവേന്ന് മാറി ബാംഗ്ലൂരോട്ട് കയറിയപ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു ഏതാണ്ടൊരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ നേരെ ശ്രീകുട്ടൻ്റെ ഓഫീസിലേക്ക് പോയി. അവനെയും പിക്ക് ചെയ്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി. ഇത് ശ്രീകുട്ടൻ്റെ ഫ്രണ്ട് കിരൺ. സ്നേഹത്തോടെ എല്ലാവരും കുഞ്ഞിന്ന് വിളിക്കും. കുഞ്ഞിയും കുഞ്ഞിയുടെ വൈഫ് ജിത്തു ആണ് ഇവിടെ താമസിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ കോളേജിൽ പഠിച്ചതാണ്. ശ്രീകുട്ടൻ്റെ സീനിയേഴ്സാണ് കുഞ്ഞിയും ജിത്തു. അല്ലേ അല്ലേ ജിത്തു? വാ, വല്ല റൊമാൻറ്റിക് സീൻസും ഞാൻ വേറെന്തോ കാണി. ഞാൻ മറ്റേ ബൈക്കിന്റെ വ്ലോഗ് കാണി. മുന്നിൽ കയറി ഇക്കിന്റെ കൂടെ പാട്ടിന്റെ കൂടെ ഡാൻസ് കളിച്ചില്ലെങ്കിൽ ടി വി ആണെന്ന് സമ്മതിക്കില്ല. ജിത്തു ഉണ്ടാക്കിയ ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവർ തന്നെ ഹൈപ്പ് കൊടുത്ത ഒരു ഹോട്ടലിലേക്ക് പോയി ഡിന്നർ കഴിച്ചു. കൊത്തു പൊറോട്ട അവിടുത്തെ മെയിൻ ആണെന്നാണ് ഇവർ പറഞ്ഞത് സത്യമാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചെന്നൈയിലോട്ട് വിട്ടു. എഗെയിൻ ഞാൻ തന്നെയാണ് സാരഥി. ബാംഗ്ലൂരിലെ ബ്ലോക്കിലൂടെ എന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചത് ശ്രീകുട്ടൻ്റെ ഒരു ടാക്ടിക് മൂവായി എനിക്ക് തോന്നുന്നു. ഹോൺ അടിച്ച് വെറുപ്പിച്ച് വണ്ടി ഓടിക്കാൻ ഞാൻ അവിടെ വെച്ച് പഠിച്ചു. ഇവിടുത്തെ ആൾക്കാർക്ക് ഡ്രൈവിംഗ് റൂൾസ് അറിയില്ല എന്നും എനിക്ക് തോന്നി. ഒരു 12 മണി ആയപ്പോഴേക്ക് ഞാൻ ഷട്ട് ഡൗൺ ആയി. പിന്നീട് ശ്രീകുട്ടനാണ് ഡ്രൈവ് ചെയ്തത്. ഞാൻ ചെന്നൈയിൽ അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴാണ് പിന്നീട് എഴുന്നേൽക്കുന്നത്. അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി, പുതിന ചമ്മന്തി. ഉച്ചയ്ക്ക് ഞങ്ങൾ കാഞ്ചീപുരം പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇന്നലെ ലേറ്റായി എത്തിയതുകൊണ്ട് ലേറ്റായാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ എത്ര അമ്പലങ്ങളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്നിടത്തൊക്കെ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് വിട്ടു. ഇന്നും 1 മണിയായപ്പം വിശപ്പിൻ്റെ വിളി ഞാൻ അറിഞ്ഞെങ്കിലും റോഡിലെ ബ്ലോക്കും നല്ല ഹോട്ടൽസ് കാണാത്തതും കാരണം ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 3:30 അടുപ്പിച്ചാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അസ്കിത എനിക്കുണ്ടായിരുന്നു. എന്നും ഇല്ലാത്ത തിരക്കായിരുന്നു ശരവണ ഭവനിൽ. അതുമാത്രമല്ല ഫുഡ് ഓൾമോസ്റ്റ് തീരാറായി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളെല്ലാവരും പ്ലെയിൻ ദോശയും ഗീ റോസ്റ്റും ഇഡ്ഡലിയും തന്നെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. 4:30 അടുപ്പിച്ച് ഞങ്ങൾ കാഞ്ചീപുരത്തെത്തി. അവിടുത്തെ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിലിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഉങ്ങളുടെ പേരെന്നാ? മല്ലികാവാ? കാഞ്ചീപുരം വരെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഒരു ഡാൻസ് വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഓട്ടോക്കാരൊക്കെ പറഞ്ഞത് ഫോണൊന്നും അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല എന്നൊക്കെ. എന്തായാലും നോക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു.
കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം ഒരു പ്രോപ്പർ ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചറിന് എക്സാമ്പിളാണ്. സതേൺ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിനെ ദ്രവീഡിയൻ എന്നും നതേൺ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിനെ നഗര എന്നുമാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ളത്. ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സായ ഗോപുര, വിമാന, ഗ്രാനൈറ്റ് കൺസ്ട്രക്ഷൻ, വാട്ടർ ടാങ്ക്, ബൗണ്ടറി വാൾ ഇതൊക്കെ തന്നെ ഇവിടെ പ്രസൻ്റ് ആയിരുന്നു. ഞങ്ങൾ നോക്കുമ്പം അവിടുന്ന് എല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഒരു ഡാൻസ് വീഡിയോ കൂടെ എടുത്തേക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ചേട്ടനോട് പെർമിഷൻ ചോദിച്ച് ഡാൻസ് വീഡിയോസ് എടുത്തു. കാഞ്ചി കാമാക്ഷിയമ്മൻ ടെമ്പിളിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയത് കൈലാസനാഥർ ടെമ്പിളിലേക്കാണ്. കാഞ്ചീപുരത്ത് തന്നെയുള്ള മറ്റൊരു ശിവ ടെമ്പിളാണ് കൈലാസനാഥർ ടെമ്പിൾ. അമ്മയാണ് ഞങ്ങളുടെ ഗൈഡ്. കാരണം 2 ആഴ്ച മുമ്പ് അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ഈ കാഞ്ചീപുരം മുഴുവൻ കറങ്ങിയിട്ട് പോയതാണ്. ക്ഷേത്രമതിലിലും ചുവരിലുള്ള കൊത്തുപണികളൊക്കെ അതിമനോഹരമാണ്. ഇത് ഓപ്പൺ ആയിട്ടല്ല ഉള്ളത്. അമ്മ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു തുരങ്ക പാതയാണ്. അതായത് നുഴഞ്ഞു വേണം ഉള്ളിലേക്ക് കയറാൻ എന്നാണ് അമ്മ പറഞ്ഞത്. അവിടെ വാളുകളിലൊക്കെ അന്ധകാലത്തെ ലിപിയിൽ എന്തൊക്കെയോ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ആണേ. ശില്പി എവിടെ നന്ദിയുടെ വിഗ്രഹം കണ്ടാലും ചെവി പോയി സ്വകാര്യം പറയണം. അത് നടക്കുന്നതാണല്ലോ മിത്ത്. ഹാരിയറും ഡിഫൻഡറും ഡിസ്കവറിയും വാങ്ങാനുള്ള പൈസ ഒട്ടൊന്നുണ്ടാക്കണേ. പുറത്ത് ദൂരെ മാറി വലിയൊരു നന്ദിയുടെ വിഗ്രഹം കൂടെ ഈ ടെമ്പിൾ കോമ്പൗണ്ടിനുള്ളിലുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു അമ്പലത്തിനും കൂടെ പോകാനുള്ള സമയമേ ഉള്ളൂ. ഞങ്ങൾ നേരെ ഏകാംബരനാഥർ ടെമ്പിളിലേക്കാണ് പോയത്. ഈ ടെമ്പിളിൻ്റെ ഐതിഹ്യപ്രകാരം ഇവിടെ വെച്ചാണ് ശിവനും കാമാക്ഷിയും തമ്മിലുള്ള കല്യാണം നടന്നത്. ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി രസകരമായ ഒരു കഥയുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്. മാവിന് 4 ശാഖകളുണ്ട്. 4 ശാഖകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാമ്പഴമാണ് ഉണ്ടാകുന്നത്. ടേസ്റ്റിൽ മാത്രമല്ല രൂപത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 തരത്തിലുള്ള മാമ്പഴമാണ് ഉണ്ടാകുന്നത്. ഈ മാവിനടിയിൽ വെച്ചാണ് കാമാക്ഷി ദേവി തപസ്സിരുന്നത്. ഈ മാവിന് 3700 വർഷത്തെ പഴക്കമുണ്ട് എന്നുകൂടെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന് ഏകാംബരനാഥർ എന്ന പേര് വരാൻ കാരണവും ഈ മാവ് തന്നെയാണ്. ഏക് മീൻസ് 1, അമരം മീൻസ് മാവ്. അങ്ങനെയാണ് ഏകാംബരനാഥർ എന്ന പേര് വന്നത്. ഈ അമ്പലത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ആ പില്ലേഴ്സൊക്കെ എന്ത് കൃത്യമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഏകാംബരനാഥരോടുകൂടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ഒരു കോഫി കൂടിയാണ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും കോഫി കുടിക്കാതെ തിരിച്ചു പോവോ? എന്താണെന്നറിയില്ല. ഇവിടുത്തെ കോഫിക്ക് ഒരു പ്രത്യേക രുചിയാണ്. കാഞ്ചീപുരം വരെ വന്നിട്ട് കാഞ്ചീപുരം പട്ടുസാരി നോക്കാതെ എങ്ങനെയല്ലേ പോവുക? അങ്ങനെ ഞങ്ങൾ സാരി നോക്കാനായി അടുത്തുള്ള ഒരു കടയിൽ കയറി. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. കാരണം ഇവരുടെ ഡിസൈൻസ് പുറത്താവുമെന്നാണ് അവർ പറയുന്നത്. ഇവരാണത്രേ പോത്തീസിലേക്കും മറ്റ് ഷോറൂമുകളിലേക്കുമുള്ള സാരികളൊക്കെ നെയ്ത് കൊടുത്തയക്കുന്നത്. എന്തായാലും ഞങ്ങൾ 3-4 സാരികൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. അമ്മ ലാസ്റ്റ് ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴും 2 സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ സാരിയും വാങ്ങി ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു. ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ അന്താക്ഷരി കളിച്ചു തുടങ്ങി. അങ്ങനെ ചെന്നൈയിലെ ഫസ്റ്റ് ഡേ കറക്കം വിജയകരമായി അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയി. ബൈ ബൈ, ഗുഡ് നൈറ്റ്.